ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് യൂണിറ്റ് 3 ആണ് സോഷ്യലിൻ്റെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? ട്രേഡ് ടു പവറിൽ എന്താണ് പറഞ്ഞത്? നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ അധികാരം പിടിച്ചടക്കി, അല്ലെ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിൽ ഇന്ത്യ വന്നു. ഇനി ആ റൂളിനെ എതിർക്കാനായിട്ട് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന എല്ലാ മേഖലയിലുള്ള ആൾക്കാരും, താഴേക്കിടയിലുള്ള ആൾക്കാരായിക്കോട്ടെ, കിങ്സ് ആയിക്കോട്ടെ, എങ്ങനെ അതിനെ എതിർത്തു എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ കാണിക്കുന്നത് നഗോഡാസിനെയാണ്. അതിനെ പറ്റിയിട്ടാണ് ഇനി എഴുതിയിരിക്കുന്നത്. ഓക്കെ, തംബ് ഓഫ് നഗോഡാസ് ആണ്. തംബ് ഓഫ് നഗോഡാസിൽ പറയുന്നത് ഇതാണ്: നഗോഡാസ് വാസ് സെറികൾച്ചറിസ്റ്റ് ഓഫ് ബംഗാൾ. Weavers from various countries came to buy the silk they produced. നഗോഡാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറികൾച്ചറിസ്റ്റ് ആയിരുന്നു. സെറികൾച്ചറിസ്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടുനൂൽപ്പുഴുകളെ വളർത്തുന്ന ആൾക്കാരെയാണ് സെറികൾച്ചറിസ്റ്റ് എന്ന് പറയുക. ലോകത്തെ നാനാഭാഗത്തു നിന്നുള്ള നെയ്ത്തുകാരും ഇവരുടെ കയ്യിൽ നിന്ന് ഈ സിൽക്ക് മേടിക്കാൻ എത്താറുണ്ട്. പക്ഷേ ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിൽ വന്നതോടുകൂടി ദേ സ്റ്റാർട്ടഡ് എക്സ്പ്ലോയിറ്റിംഗ് ദ നഗോഡാസ്. നഗോഡാസിനെ ചൂഷണം ചെയ്തു തുടങ്ങി. ബംഗാളാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് കൺട്രോളിലാക്കിയത്. അവർ വന്നോടുകൂടി എന്താ ഉണ്ടായത്? നഗോഡാസിനെയൊക്കെ ആ കമ്പനിയുടെ പവറിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. They were compelled to do weaving for meager wages. ചെറിയൊരു തുച്ഛമായ വേതനത്തിന് വേണ്ടി ഈ നഗോഡാസിനെ അവർ പണിയെടുപ്പിച്ചു. They were made bonded laborers of the company, denying opportunity to seek any other means of livelihood. അവരെ എന്താ ചെയ്തത്? അവരെ ബോണ്ടഡ് ലേബറേഴ്സ് ആക്കി, അതായത് കമ്പനിയുടെ കീഴിൽ വരുന്ന ജോലിക്കാരാക്കി. അവർക്ക് കമ്പനിയുടെ കീഴിലുള്ള വർക്കുകൾ മാത്രമേ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഒരു ജോലിക്കും അവർക്ക് അവകാശമില്ലാതായി. They were forced to live under slaves like the company. കമ്പനിയുടെ കീഴിൽ അടിമകളെ പോലെ അവർ ജോലി ചെയ്തു. ദ വർക്കേഴ്സ് ഹു വർ നോട്ട് വില്ലിംഗ് ടു ഒബേ വർ ടോർച്ചേർഡ്. ഇതിനൊന്നും സമ്മതിക്കാത്ത ആ നഗോഡാസിനെയൊക്കെ അവർ ടോർച്ചർ ചെയ്തു. പല രീതിയിലും അവരെ ബുദ്ധിമുട്ടിച്ചു. ദ പ്രോപ്പർട്ടീസ് വർ സീസ്ഡ്. അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ വീടോ സ്ഥലമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമ്പനി കൈയടക്കി. They collectively decided to give up their traditional occupation for it, and it did not help them in earning. അവരെന്ത് ചെയ്തു? ആ നഗോഡാസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എല്ലാവരും കൂടി തീരുമാനിച്ചു അവരിനി ഈ സെറികൾച്ചറിസ്റ്റ് ആയിട്ട്, അതായത് പട്ടുനൂൽപ്പുഴുകളെ വളർത്തുന്ന ജോലി അവർ അതോടുകൂടി നിർത്തി. Hence they decided to cut off their thumbs as a protest against the policies of the East India Company. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായിട്ടൊരു പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ, അതിനോടൊരു ഭിന്നത കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അവരവരുടെ തള്ളവിരൽ മുറിച്ചു മാറ്റി. അതാണ് നമ്മുടെ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. കണ്ടോ? ആരുടെ കൈമയും 4 ഫിംഗർ മാത്രമേ ഉള്ളൂ, 5ാമത്തെ വിരലില്ല. അപ്പോൾ അതാണ് നഗോഡാസിൻ്റെ പ്രൊട്ടസ്റ്റിനെയാണ് കാണിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നതോടുകൂടി പല മേഖലയിലുള്ള ജോലിക്കാർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. നഗോഡാസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ മാത്രമാണ്. ബംഗാളിലൊരു സെക്ഷൻ ആൾക്കാരെയാണ് ഈ നഗോഡാസ്. അവരുടെ പ്രൊട്ടസ്റ്റാണ് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. നഗോഡാസ് മാത്രമല്ല, ലോകത്തിലെ നാനാഭാഗത്തുള്ള, ഇന്ത്യയിലെ നാനാഭാഗത്തുള്ള ജനങ്ങളും ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. 4 കാറ്റഗറിയാണ് പറയുന്നത്. ഫാമേഴ്സ് ഉണ്ട്, കൃഷിക്കാരുണ്ട്, വീവേഴ്സ്, നെയ്ത്തുകാർ, ക്രാഫ്റ്റ്സ്മെൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കരകൗശല വിദ്യകളൊക്കെ ചെയ്യുന്നവർ, ട്രൈബൽസ്, നമ്മുടെ കാടിനുള്ളിൽ ജീവിക്കുന്ന ആ സമൂഹത്തിനെയാണ് ട്രൈബൽസ് എന്ന് പറയാം. ഇനി എഗെയിൻസ്റ്റ് ദ ഫാമേഴ്സിന് എതിരായിട്ട് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തൊക്കെ ചെയ്തു എന്ന് നോക്കാം. ആഫ്റ്റർ ദി സബ്ജഗേഷൻ ഓഫ് ബംഗാൾ, സബ്ജഗേഷൻ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തൽ, ബംഗാൾ കീഴ്പ്പെടുത്തലിന് ശേഷം കമ്പനീസ് അറ്റൻഷൻ ഷിഫ്റ്റഡ് ടു ദ റിച്ച് അഗ്രികൾച്ചറൽ സെക്ടർ ഓഫ് ദി റീജിയൻ. ദ എയിം വാസ് ടു എക്സ്പ്ലോയിറ്റ് ദ മാക്സിമം റിസോഴ്സസ്. വാട്ട് വർ ദ സ്ട്രാറ്റജീസ് ദേ അഡോപ്റ്റഡ്? ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കീഴടക്കിയതോടുകൂടി അവരുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ എന്ന് പറയുന്നത് കൃഷിസ്ഥലത്തേക്ക് തിരിഞ്ഞു. അവരുടെ എയിം എന്തായിരുന്നു? ആ ഉള്ള റിസോഴ്സസിനെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എയിം. അതിന് അവർ ഉപയോഗിച്ച മെത്തേഡ്സ് അല്ലെങ്കിൽ പ്ലാൻസ്, സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് ലെവിഡ് ഹെവി ടാക്സസ് ഓൺ ദ ഫാമേഴ്സ് ആണ്. ഫാമേഴ്സ്, കൃഷിക്കാർക്കൊക്കെ വലിയ രീതിയിലുള്ള നികുതികൾ അടയ്ക്കേണ്ടി വന്നു. നോ ടാക്സ് കൺസെഷൻ വാസ് സാങ്ഷൻ ഈവൻ വെൻ ഡ്രൗട്ട് ആൻഡ് ഫ്ലഡ് ഡിസ്ട്രോയ്ഡ് ദി അഗ്രികൾച്ചർ. വെള്ളപ്പൊക്കം വന്നാലും വരൾച്ച വന്നാലും ഒന്നും അവർക്ക് നികുതിയിൽ ഇളവുകൾ കൊടുത്തിരുന്നില്ല. അവർക്ക് എത്രയാണോ നികുതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേ നികുതി അടയ്ക്കേണ്ടി വന്നു. അതായത് അവർക്ക് കൃഷി വിളവുണ്ടായാലും ഇല്ലെങ്കിലും അവർക്ക് നികുതി കൊടുക്കേണ്ടി വന്നു. മിഡിൽ മെൻ വർ assigned to the duty of collecting the tax. മിഡിൽമാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഏറ്റവും മുകളിൽ ബ്രിട്ടീഷുകാരാണ്. നമ്മുടെ ഏറ്റവും താഴെ ഇരിക്കുന്നത് നമ്മുടെ
ഭൂമിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ രണ്ടുപേരും ഇടയിൽ നിന്നിരുന്നത് സമീൻദാസ് ആണ്. അതായത് നമ്മുടെ ഭൂ ഉടമകളില്ലേ, അവരെയാണ് സമീൻദാസ് എന്ന് പറയുക. അവരാണ് നമ്മളുടെ കയ്യിൽ നിന്നും, ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും നികുതി പിരിച്ചിരുന്നത്. ഇമ്പോസ് ദ കണ്ടീഷൻ ദാറ്റ് ദ ടാക്സസ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. കൃഷിക്കാർ പൈസയായി തന്നെ നികുതി അടയ്ക്കണമെന്ന് ഉള്ള നിബന്ധന വന്നു. മുമ്പൊക്കെ എന്തായിരുന്നു, നമ്മൾ മണ്ണിൽ പണിയെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ കൃഷിക്കാരൊക്കെ അവരുടെ ഭൂ ഉടമയ്ക്ക് നികുതി നൽകിയിരുന്നത് 1 ചാക്ക് അരിയോ 2 ചാക്ക് അരിയോ അങ്ങനെ എന്താണോ വിളവ് കിട്ടുന്നത് അതാണ് നികുതിയായിട്ട് കൊടുത്തിരുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞു, അവർക്ക് വിളവ് കിട്ടിയാൽ പോരാ, അവർക്ക് പൈസയായി തന്നെ നികുതി കിട്ടണമെന്ന് പറഞ്ഞു. ദ ഫാമേഴ്സ് ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ സാഹൂസ്, ദ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ഫോർ ലോൺസ് അറ്റ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സാഹൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ മണി ലെൻഡേഴ്സ് ആണ്, കൊള്ളപ്പലിശക്കാരാണ്. അവർ ചെറിയൊരു പൈസയ്ക്ക് പോലും വലിയ രീതിയിൽ ഈ കൃഷിക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പലിശ വാങ്ങിച്ചിരുന്നു എന്നാണ് പറയുന്നത്. The company identified that the fertile fields of Bengal were much favorable for growing the commercial crops like cotton, jute and indigo. These were the major raw materials for industries in England. Consequently, they decided to expand its cultivation and force the farmers to do so. The fields that were used only for the cultivation of food crops changed into plantation of cotton, jute and indigo. As a result, farmers became landless and were forced to become laborers. എന്താണ്ടായത്, കമ്പനിയുടെ ബംഗാളിലെ സോയിൽ എന്ന് പറഞ്ഞാൽ, മണ്ണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫലഭൂവിഷ്ടമായ മണ്ണായിരുന്നു. അത് കണ്ടറിഞ്ഞത് കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് എന്ത് മനസ്സിലായി, അവിടെ നമ്മൾക്ക് കോട്ടൺ, പഞ്ഞിയും ജൂട്ട്, ചണ, ഇൻഡിഗോയൊക്കെ വളർത്താൻ പറ്റുമെന്ന് മനസ്സിലായി. അതെന്തായിരുന്നു, ഇംഗ്ലണ്ടിൽ പല കമ്പനീസും വർക്ക് ചെയ്തിരുന്നു അല്ലേ, പല ഫാക്ടറീസും വർക്ക് ചെയ്തിരുന്നു. അതിലേക്കുള്ള റോ മെറ്റീരിയൽസ് ആയിരുന്നു ഇപ്പോൾ അവർ കൾട്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഈ കോട്ടനും ജൂട്ടും ഇൻഡിഗോവും ഒക്കെ. ഇതിലുള്ള ഈ ഫാമേഴ്സിനോടൊക്കെ അവർ അവിടെ വളർത്തുന്നത് എന്താവും, നെല്ലോ അല്ലെങ്കിൽ ഗോതമ്പോ, നമ്മുടെ ഭക്ഷ്യയോഗ്യമായ ധാന്യങ്ങൾ മാത്രമേ അവർ കൃഷി ചെയ്തിരുന്നുള്ളൂ. അതൊക്കെ മാറ്റിയിട്ട് അവർ ഫോഴ്സ് ചെയ്യിപ്പിച്ചു. എന്തിന്, ഇങ്ങനത്തെ കോട്ടനും ജൂട്ടൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുഡ് ക്രോപ്സിനായിട്ടുള്ള ഫീൽഡ്സ്, അതായത് ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫീൽഡ്സൊക്കെ എന്തായി മാറി, കോട്ടൻ്റെയും ജൂട്ടിൻ്റെയും ഇൻഡിഗയുടെയും ഒക്കെ പ്ലാന്റേഷൻസ് ആയി മാറി. അതുമൂലം എന്തുണ്ടായി, അവിടെ പണി ചെയ്തിരുന്ന ഫാമേഴ്സിന് അവരുടെ ഭൂമി നഷ്ടപ്പെടുകയും അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ വെറും ജോലിക്കാരായി മാറുകയും ചെയ്തു. ഓക്കെ, അപ്പം ഇതാണ് അഗെയിൻസ്റ്റ് ദ ഫാമേഴ്സിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താ, അഗെയിൻസ്റ്റ് ദ ട്രൈബൽസ്. ട്രൈബൽസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കാടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവരെയാണ് ട്രൈബൽസ് എന്ന് പറയുക. ദ ഇൻട്രൂഷൻ ഓഫ് ദി കമ്പനി വാസ് നോട്ട് ലിമിറ്റഡ് ടു ദി അഗ്രികൾച്ചറൽ സെക്ടർ. ദേ ഫ്രെയിംഡ് സെവറൽ ലോസ് ടു എക്സ്പ്ലോയിറ്റ് ദ ഫോറസ്റ്റ് റിസോഴ്സസ്. ഈ എക്സ്പ്ലോയിറ്റേഷൻ, ഈ ഇൻട്രൂഷൻ, ഈ കടന്നുകയറ്റം ഫാമേഴ്സിൻ്റെ അവിടെ മാത്രം നിൽക്കുന്നതായിരുന്നില്ല, കൃഷിക്കാരെ മാത്രം ബാധിക്കുന്നതായിരുന്നില്ല. അത് ട്രൈബൽസിനെയും ഈവൻ കാടിനുള്ളിൽ ജീവിച്ചവരെ പോലും അത് ബാധിച്ചു തുടങ്ങി. കാട്ടിലുള്ള പലതരത്തിലുള്ള റിസോഴ്സസും ഈ ബ്രിട്ടീഷുകാർ കടന്നുകയറ്റം നടത്തി തുടങ്ങി. ലോസ് ഗീവ് കമ്പനി അബ്സല്യൂട്ട് കൺട്രോൾ ഓവർ ദ ഫോറസ്റ്റ്. ദിസ് ഡിസ്റ്റർബ് ദി കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ട്രൈബൽസ് ട്രഡീഷണൽ ഫാമിംഗ്. കാടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിലുള്ള മരങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രോഡക്ട്സും ഈ ബ്രിട്ടീഷുകാർ എടുത്തുകൊണ്ട് പോയി തുടങ്ങി. അതിനുള്ളിൽ ജീവിച്ചിരുന്ന കാട്ടിലെ ആദിവാസികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമൂഹത്തെ പോലും ബ്രിട്ടീഷുകാർ വെറുതെ വിട്ടില്ല. അവിടെയുള്ള റിസോഴ്സസ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഭക്ഷ്യയോഗ്യമായതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, എല്ലാത്തിലും ബ്രിട്ടീഷുകാർ കടന്നുകയറ്റം നടത്തി തുടങ്ങി. This disturbed the collection of forest products and adversely affected the tribals' traditional farming. ഇത് അവിടെ കൃഷിയെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ ബുദ്ധിമുട്ടിലാക്കി. ഇനിയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പറയുന്നത്. ദ ട്രൈബൽ ഹാബിറ്റാറ്റ് വാസ് റിച്ച് ഇൻ മിനറൽ ഡെപ്പോസിറ്റ് ആൻഡ് ടു എക്സ്പ്ലോയിറ്റ് ദീസ് ദ ബ്രിട്ടീഷ് കൺസ്ട്രക്റ്റഡ് റോഡ്സ് ആൻഡ് റെയിൽവേസ് ടു ദീസ് റീജിയൻ. ദീസ് മെഷേർഡ് ഇൻറ്റൻസിഫൈഡ് ദ മിസറീസ് ഓഫ് ട്രൈബൽസ്. എന്താണ് പറയുന്നത്, ആ ട്രൈബൽ ഹാബിറ്റാറ്റ്, അവർ ആ ജീവിക്കുന്ന ആ ഒരു ഭാഗത്ത് മിനറൽ ഡെപ്പോസിറ്റ്സ് വളരെയേറെ ഉണ്ടായിരുന്നു, അതായത് ധാതു നിക്ഷേപം വളരെയേറെ ഉണ്ടായിരുന്നു. അതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെയൊക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടി എന്താണ് ഉണ്ടാക്കിയത്, ബ്രിട്ടീഷുകാർ ഈ ട്രൈബൽ ഏരിയയിലേക്ക് ട്രെയിൻസ് കൊണ്ടുവന്നു, റോഡും റെയിൽവേസും കൊണ്ടുവന്നു. അത് ഈ ട്രൈബൽസിൻ്റെ മിസറീസിനെ, അവരുടെ ബുദ്ധിമുട്ടുകളെ ഒന്നും കൂടി കൂട്ടി.
ഇവിടെ ബിഗിനിങ് ഓഫ് റെയിൽവേസ് കൊടുത്തിട്ടുണ്ട്, ഇത് വായിക്കണം, പഠിക്കണം. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ നിലവിൽ വന്നത് എന്നാ 16 ഏപ്രിൽ 1853 ആദ്യത്തെ ട്രെയിൻ ബോംബെ ടു താനെ ആയിരുന്നു. അത് 3:35 16 ഏപ്രിലിന് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ആ ട്രെയിനിന് 14 കോച്ചും ഉണ്ടായിരുന്നു. ആദ്യത്തെ ആ യാത്രയിൽ 400 പാസഞ്ചേഴ്സും ഉണ്ടായിരുന്നു. ഓൺ മാർച്ച് 1861 ദ ഫസ്റ്റ് ട്രെയിൻ ഇൻ കേരള റാൻ ഫ്രം തിരൂർ ടു ബേപ്പൂർ. 1861 കേരളത്തിൽ ആദ്യമായൊരു ട്രെയിൻ നിലവിൽ വന്നതും ആ ട്രെയിൻ ഓടിയത് എങ്ങോട്ടാണ്? തിരൂർ തൊട്ട് ബേപ്പൂർ വരെയാണ്. ഓക്കെ, അപ്പോൾ റെയിൽവേസ് നിലവിൽ വന്ന വർഷം എവിടേക്കായിരുന്നു അത് ആദ്യം പോയിരുന്നത്, അതൊക്കെ പഠിക്കണം. ഫാമേഴ്സ് പറഞ്ഞു, ട്രൈബൽസ് പറഞ്ഞു. അടുത്തത് നെയ്ത്തുകാരുടെയാണ് പറയുന്നത്. യു നോ ദാറ്റ് ദ കോട്ടൺ കൾട്ടിവേഷൻ ബിക്കെയിം വൈഡ് സ്പ്രെഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ കമ്പനി റൂൾ, ഡോണ്ട് യു? ഹവർ ദി ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഡിക്ലൈൻഡ്. ലെറ്റസ് എക്സാമിൻ ദ റീസൺസ്. നമ്മൾ പറഞ്ഞു ഫുഡ് ക്രോപ്സ് ഒക്കെ മാറ്റി കോട്ടൻ്റെ കൾട്ടിവേഷൻ തുടങ്ങിയെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, കൈത്തറിക്ക് വളരെയധികം തിരിച്ചടി നേരിടേണ്ടി വന്നു. എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ് എന്നാണ് പറയുന്നത്. ദ ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ, ദ റോ മെറ്റീരിയൽ ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ടു ബ്രിട്ടൻ. നമ്മുടെ നാട്ടിലുണ്ടാവുന്ന കോട്ടനൊക്കെ ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നു. അവർക്ക് വർക്ക് ചെയ്യാനുള്ള റോ മെറ്റീരിയൽ ഇന്ത്യൻ വീവേഴ്സിന് കിട്ടിയിരുന്നില്ല. ദി ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽ മാനുഫാക്ചേർഡ് ഇൻ ബ്രിട്ടീഷ് ഫാക്ടറീസ്. ബ്രിട്ടീഷ് ഫാക്ടറിയിൽ അവർ പലതരത്തിലുള്ള ടെക്സ്റ്റൈൽസും തുണിത്തരങ്ങളും മാനുഫാക്ചർ ചെയ്തിരുന്നു. അത് അവർ വളരെ തുച്ഛമായ വിലയ്ക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. മൂന്നാമത്തെ എന്താ പറയുന്നത്? എക്സസീവ് ടാക്സസ് വർ ലെവിഡ് ഓൺ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങൾക്കും വലിയ രീതിയിലുള്ള നികുതി കൊടുക്കേണ്ടി വന്നു. അതൊന്നും നമ്മുടെ വീവേഴ്സ് സെക്ഷന് താങ്ങാൻ പറ്റിയിരുന്നില്ല. ദീസ് ഫാക്ടേഴ്സ് rendered thousands of Indian weavers jobless. ഉള്ള കാര്യങ്ങളൊക്കെ ആയിരക്കണക്കിന് വീവേഴ്സിനെ അവരുടെ ജോലി നഷ്ടപ്പെടുത്തി. ഇനി പറയുന്നത് എന്താ? ഇതുവരെ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. ഫാമേഴ്സിൻ്റെ സെക്ഷനായാലും ട്രൈബൽസിൻ്റെ സെക്ഷനായാലും വീവേഴ്സിൻ്റെ സെക്ഷനായാലും അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. ബുദ്ധിമുട്ടുകൾ ഒരു ലിമിറ്റിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും. അതാണ് പറയുന്നത് ദ അപ്രൈസിങ്. അതിന് എതിരായിട്ട് ആരൊക്കെ വന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായിട്ട് ആരൊക്കെ വന്നു എന്നാണ് ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത്. These people started rebellions against the company and zamindars, the middlemen of the company. Though not well organized, the resistance against the company became common in different parts of the country. പല ഭാഗത്ത് ഇങ്ങനത്തെ റെബില്യൻസ്, ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റുകളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷെ അതൊന്നും ഒരു ഓർഗനൈസ്ഡ് ആയിരുന്നില്ല അല്ലേ. ഇന്ത്യയുടെ ഓരോ ഭാഗത്തും ചെറിയ ചെറിയ റിവോൾട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ മാത്രം നിന്നു പോകുന്നതായിരുന്നു. ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായിട്ടുള്ള ഒരു മനോഭാവം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉണ്ടായി തുടങ്ങി. അത് നമുക്ക് പല ഭാഗത്തെ റിവോൾട്ട്സിൽ നിന്നും അറിയാൻ പറ്റി. Peasant revolt started at the very beginning of the company rule. It is evident that the Sannyasi and the Fakir rebellions that occurred in the end of 18th century. In 19th century, several rebellions broke out. It was led by the Mappila tenants and are known as Mappila Rebellion. Mappila Rebellion important ആണ്. Similar uprising burst out in Bengal and were known as the Faraisi rebellions. Besides the peasants, the tribals also rose in revolts against the company. പലതരത്തിലുള്ള റിവോൾട്ട്സ് ഉണ്ടായി. താഴെക്കടയിലുള്ള പണിക്കാരെ, പെസൻസ് അവരുടേതായിട്ടുള്ള റെബില്യൻ തുടങ്ങി. 18ാമത്തെ സെഞ്ച്വറിയിൽ സന്യാസിസും ഫക്കീർസും റെബില്യൻ തുടങ്ങി. 9ാമത്തെ സെഞ്ച്വറിയിലാണ് കേരളയിലുള്ള ആ മലബാർ ഏരിയ, കേരളത്തിന് മുഴുവനായിട്ടും മലബാർ എന്നാണ് അപ്പോൾ പറഞ്ഞിരുന്നത്, അവിടെ തുടങ്ങിയ റെബില്യൻ ആരുടെ ആയിരുന്നു? മാപ്പിള ടെനൻസിൻ്റെ ആയിരുന്നു. അവരുടെ റെബില്യനാണ് മാപ്പിള റെബില്യൻ. ഹിസ്റ്ററിയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്തിന്? ഈ മാപ്പിള റെബില്യന്. അതുപോലെ തന്നെ ബംഗാളിലുള്ള റെബില്യൻ്റെ പേരെന്തായിരുന്നു? ഫറീസി റെബില്യൻ എന്നായിരുന്നു. ട്രൈബൽസും പെസൻസും എല്ലാവരും കമ്പനിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ തുടങ്ങി. അതിലുള്ള മേജർ ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ബിൽസ് ഇൻ മറാത്ത, കോലീസ് ഇൻ അഹമ്മദ് നഗർ, ദ കോൾസ് ഇൻ ചോട്ടാ നാഗ്പൂർ, ദ സാന്താൾസ് ഇൻ രാജ്മഹൽ ഹിൽസ്, ദ കുറിച്യാസ് ഇൻ വയനാട്. ഇതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ്. കാടിനുള്ളിൽ ജീവിക്കുന്നവരുടെ ഗ്രൂപ്പ്സ് ഇവയൊക്കെയായിരുന്നു. ഓക്കെ, ഈ സാന്താൾ റെബില്യൻ എന്ന് പറഞ്ഞാൽ ബംഗാളിലുള്ള റെബില്യൻ ആണ് ഈ സാന്താൾ റെബില്യൻ. ഓക്കെ, അപ്പോൾ സാന്താൾ റെബില്യൻ എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം.
They were inhabitants of Rajmahal Hills in Bengal province. ബംഗാളിലെ രാജ്മഹൽ ഹിൽസിൽ ജീവിച്ചവരായിരുന്നു ഈ സാന്താൾസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് വാസ് എ റിസൾട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ദേ ഫേസ് ഫ്രം ദ കമ്പനി ഒഫീഷ്യൽസ് ആൻഡ് മണി ലെൻഡേഴ്സ്. കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ പൈസ കടം കൊടുക്കുന്ന ആൾക്കാരെയാണ് മണി ലെൻഡേഴ്സ് എന്ന് പറയുക. അവർക്കും എതിരായിട്ടാണ് ഈ സാന്താൾസ് അവരുടെ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയത്. The Rajmahal Hills witnessed the sacrifice of more than 50,000 Sandals in the rebellion. It was under the leadership of സിദ്ധു ആൻഡ് ഖാൻ. എന്തൊക്കെയാണ് സാന്താൾ റെബില്യനിൽ പറയുന്നത്? സാന്താൾ റെബില്യനിൽ പറയുന്നത് ബംഗാളിലെ രാജ്മഹൽ ഹിൽസിൽ ജീവിച്ചിരുന്ന ഒരു ട്രൈബൽ സെക്ഷനെയാണ് സാന്താൾസ് എന്ന് പറഞ്ഞിരുന്നത്. സാന്താൾ റെബില്യൻ എന്തുകൊണ്ടാണ് തുടങ്ങിയത്? ഈ മണി ലെൻഡേഴ്സ്, പൈസ കടം കൊടുക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എംപ്ലോയീസിനും എഗെയിൻസ്റ്റ് ആയിട്ടാണ്, അവരുടെ ചൂഷണങ്ങൾക്ക് എതിരായിട്ടാണ് ഈ സാന്താൾസ് പറഞ്ഞ സെക്ഷൻ അവരുടെ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ 15,000-ൽ അധികം സാന്താൾസിന് അവരുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. ഈ സാന്താൾ റെബില്യൻ ലീഡ് ചെയ്തിരുന്നത് ആരൊക്കെയായിരുന്നു? സിദ്ധുവും കാൻഹും ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സാന്താൾ റെബില്യനെ പറ്റി പറയുന്നത്. മാർക്ക് ചെയ്തതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ദ കിങ് ആൻഡ് ചീഫ്ഷൻസ് ഹു ലോസ് എ പവർ വർ അനദർ ഗ്രൂപ്പ് ദാറ്റ് ലെഡ് റെബില്യൻ. സം ഓഫ് ദം ആർ. കുറേ രാജാക്കന്മാർക്കും അവരുടെ നാടുകൾ നഷ്ടപ്പെട്ടിരുന്നു അല്ലേ? ഡോക്ട്രിൻ ഓഫ് ലാബ്സും സബ്സിഡിയറി അലയൻസും ഒക്കെ വന്നിട്ട് ആ നാടൊക്കെ ആരുടെ കയ്യിലായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലായിരുന്നു. അപ്പോൾ അങ്ങനത്തെയുള്ള രാജാക്കന്മാരുടെയും ഓരോ റെബില്യൻ ഉള്ള ഗ്രൂപ്പ്സ് ഉണ്ടായി തുടങ്ങി. അത് ഏതൊക്കെയായിരുന്നു? രാജ ചേത് സിംഗ് ഓഫ് അവധ്, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലി, മരുതു പാണ്ഡ്യൻ ഓഫ് ശിവഗംഗ, പഴശ്ശിരാജ ഓഫ് മലബാർ. പഴശ്ശിരാജ നമുക്കറിയാം അല്ലേ? കിട്ടൂർ ചെന്നമ്മ ഓഫ് കർണാടക, വേലുത്തമ്പിദളവ ഓഫ് ട്രാവൻകൂർ, പാലിയത്തച്ചൻ ഓഫ് കൊച്ചി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയ ഭരണാധികാരികൾ ഇംഗ്ലീഷുകാർക്കെതിരായി പ്രൊട്ടസ്റ്റ് നടത്തിയത്. ഇനി റെബല്യൻസ് ഇൻ കേരള. ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും എതിരായിട്ട് പ്രവർത്തിച്ചിരുന്നത് ആ കാലത്തെ കേരളവർമ്മ പഴശ്ശിരാജയായിരുന്നു. പഴശ്ശി റിവോൾട്ട് വാസ് വൺ ഓഫ് ദി മേജർ റിവോൾട്ട്സ് ഓഫ് കേരള. ദി ബ്രിട്ടീഷ് ലിഫ്റ്റഡ് പഴശ്ശിരാജസ് റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം കോട്ടയം ഇൻ നോർത്ത് മലബാർ. This was the immediate cause of Parshiraja's revolt. He held a guerrilla war against the British in the forest of Wayanad. പഴശ്ശി റിവോൾട്ടൊക്കെ നിങ്ങൾ ആ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ശരിക്കും ആക്ച്വലായി നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഫിലിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് പഴശ്ശിരാജ ആ യുദ്ധം തുടങ്ങിയത്? പഴശ്ശിരാജയുടെ കോട്ടയത്ത് നിന്നുള്ള, അതായത് നോർത്തേൺ മലബാറിൽ നിന്നും അദ്ദേഹത്തിന് നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ ഇല്ലാതാക്കി. അതായിരുന്നു ഈ പഴശ്ശിരാജയുടെ റിവോൾട്ടിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസൺ. അദ്ദേഹം വയനാട്ടിലെ ഉൾക്കാടുകളിലൊക്കെ എന്ത് വാറ് ലഡ് ചെയ്ത്? ഗൊറില്ല വാറ് നടത്തി. അതായത് ഒളിച്ചിരുന്ന് യുദ്ധം നടത്തി. എന്തുകൊണ്ടാണ് ഈ ഉൾക്കാടുകളിൽ നടത്തിയത്? നമ്മളുടെ നാടാണ്, നമ്മുടെ കാടാണല്ലേ. അപ്പോൾ നമ്മുടെ കാടിൽ ഒളിച്ചിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്നതായിരിക്കാം അവിടെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കാട് തിരഞ്ഞെടുത്ത് ഗൊറില്ല അറ്റാക്സ് ഒക്കെ നടത്തിയിരുന്നത്. ഇനി അതുപോലെ തന്നെ പഴശ്ശിരാജയുടെ കൂടെ അദ്ദേഹത്തിന് സപ്പോർട്ടേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആരൊക്കെയാണെന്നാണ് പറയുന്നത്? തലയ്ക്കൽ ചന്തു, കൈത്തേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് ഈ റിവോൾട്ടിൽ പങ്കെടുത്തിരുന്നു. ദ റിവോൾട്ട് എൻഡഡ് വിത്ത് ദ ഡെത്ത് ഓഫ് പഴശ്ശിരാജ. അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടിയ ആ പഴശ്ശി റിവോൾട്ടിന് ഒരു അന്ത്യം വന്നു. The anti-British revolts in Travancore were led by Velu Thambidalava. The constant intervention of the company in the home affairs of Travancore hindered the smooth administration of Dalava. This was the main reason for him to turn against British. Paliyathachen, the minister of Kochi, extended his assistance to Dalava. In the famous Kundara proclamation of 1809, Dalava called upon the people to fight against British. However, he was defeated by the British. എന്തായാലും പറയുന്നത്? അപ്പോൾ ട്രാവൻകൂറിലെ ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ട്സ്, അതായത് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള ആ യുദ്ധം നയിച്ചത് വേലുത്തമ്പിദളവയായിരുന്നു. അദ്ദേഹം എവിടുത്തെ രാജാവായിരുന്നു? ട്രാവൻകൂറിൻ്റെ രാജാവായിരുന്നു, ഭരണാധികാരിയായിരുന്നു. ഈ ട്രാവൻകൂറിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഈ കമ്പനിയുടെ ആൾക്കാർ കൈകടത്തിയിരുന്നു. അപ്പോൾ അതിന് എതിരായിട്ടാണ് ഈ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് തിരിഞ്ഞത്.
അതായത് അദ്ദേഹത്തിൻ്റെ ഭരണം, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനൊന്നും സ്മൂത്തായി നടത്താൻ പറ്റിയില്ല. എല്ലാത്തിലും ബ്രിട്ടീഷുകാരുടെ ഒരു കൈകടത്തൽ വന്നു. അതായിരുന്നു അദ്ദേഹത്തിനെ ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റായി തിരിച്ച ഒരു മെയിൻ റീസൺ. അദ്ദേഹത്തിന് കൊച്ചിയുടെ മിനിസ്റ്ററായ പാലിയത്തച്ഛൻ്റെയും സപ്പോർട്ട് കിട്ടി. പിന്നെന്താണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, കുണ്ടറ പ്രൊക്ലമേഷൻ ആണ്. നടന്ന വർഷം ഏതാണ്? 1809 ആണ്. കുണ്ടറ പ്രൊക്ലമേഷൻ ആരാണ് കൊണ്ടുവന്നത്? നമ്മളുടെ വേലുത്തമ്പി ദളവയാണ് കൊണ്ടുവന്നത്. അദ്ദേഹം ആ പ്രൊക്ലമേഷനിലൂടെ എന്ത് പറഞ്ഞു? ഇവിടെ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും ഈ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള ഈ യുദ്ധത്തിൽ പങ്കുചേരണമെന്ന് പറഞ്ഞു. പക്ഷേ അവസാനത്തിൽ എന്തായാലും വേലുത്തമ്പി ദളവേനെ ബ്രിട്ടീഷുകാർ ഡിഫീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം തോറ്റുപോയി ആ വാറിലെന്നാണ് പറയുന്നത്.